നമ്മുടെ കേരളത്തിൽ ഇപ്പോ ധാരാളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുരുവട്ടൂര് ത്വരീഖത്ത്. അതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താ? കുരുവട്ടൂർ ത്വരീഖത്ത് എന്ന് നമ്മൾ പറയുന്ന അവരിഞ്ഞെന്താ പറയണെന്ന് എനിക്കറിയില്ല. അതിന്റെ മുന്നിൽ കാണുന്ന ആള് കുരുവട്ടൂർക്കാരൻ ഒരു ഹാഫിളാണ്. കുറെ മുരീദന്മാര് മൂല്യമാര് 2-3 മൂല്യമാരിട്ടുള്ളൂ. എന്താ ഇപ്പൊ അതിന്റെ ശരിയെന്നുള്ളത് എനിക്കറിയില്ല. ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങളെ കീശീരിന്റെ കുയ്യമ്പറമ്പിൽ ഉണ്ട് ഒരു ബീരാണി എന്ന് പറഞ്ഞിട്ട് വെറും ഒരു തേങ്ങ പൊളിച്ചാൽ നടന്നതിന് 5ാം ക്ലാസ് മദ്രസ വരെ പഠിച്ചിട്ടില്ലാത്തൊരു സാധുവായ മനുഷ്യൻ. അദ്ദേഹം ഷെയ്ഖും മുറബിയുമാണെന്ന് മാത്രമല്ല, ദിക്ർ ഹൽക്കയിൽ ഖുർആൻ താഴെ വെച്ച് അതിന്റെ മുകളിൽ കയറി നിൽക്കുമായിരുന്നു ഈ ബീരാണി. എനിക്കൊക്കെ പരിചയമുള്ള ആളാണ് ഈ ബീരാണി. ഖുർആന്റെ മുകളിൽ, കാരണം എന്തുകൊണ്ട്? ഖുർആനെക്കാട്ടിലും ഷറഫ് മൂപ്പർക്കാണെന്ന് വാദിച്ചിട്ട് അങ്ങനെയുള്ള ബീരാണി മരിച്ചിട്ട് മഹല്ലൊക്കെ വിലക്കിയതാണ്. ഇയാളെ പേരന്റെ മുറ്റത്ത് തന്നെയാണ് ഇയാളെ മറുമാടി. ഇപ്പൊ അവിടെ ഉറൂസ് നടക്കുന്നുണ്ട്, എല്ലാ മാസവും അല്ലാതെ ഒരു മൗലൂദും നടക്കുന്നുണ്ട്. ഈ മൗലിദ് അധികവും നടക്കൽ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച 10 മണിക്ക് തുടങ്ങിയാൽ ഉച്ചക്ക് 2 മണി വരെ മൗലിദും ദിക്റുമാണ്. ജുമാ അവർക്കില്ല. ളുഹ്ർ നിസ്കരിക്കലുണ്ടോന്ന് എനിക്കൊട്ട് അറിയില്ല. 2 മണിന്റെ ശേഷം ഭക്ഷണം കഴിച്ച് പിരിയലാണ് അവരുടെ ശൈലി. അയില് നമ്മളെ പണ്ട് വാദപ്രതിവാദിനൊക്കെ അറിഞ്ഞീന ആ മനുഷ്യനും അയാളെ അളിയൻ എന്ന് പറയുന്ന കണ്ടാ തന്നെ സഫിയാണെന്ന് മനസ്സിലാവുന്ന ആ മനുഷ്യനും അവരൊക്കെ ആ നേർച്ചയിൽ പങ്കെടുക്കുന്നവരാണ്. ഓലേതായാലും ഇന്നെങ്ങനെ കണ്ടം മുറിച്ചിക്കാണ്ട് കൊണ്ടിറക്കണ്ടേ, അതൊന്നും എനിക്ക് അവർക്കും ആണെങ്കിൽ ഒന്ന് ചോദിക്കാം. എനിക്ക് അതിനോട് എതിരൊന്നുമില്ല. അപ്പൊ അത് കണ്ടിട്ടില്ല. അത് ഞാൻ ഇവരെ പറ്റിയിട്ട് കൂടുതൽ ആഴത്തിലിറങ്ങി പഠിച്ചിട്ടില്ല. ഇത് ഏതായാലും തെറ്റാണെന്ന് എനിക്കറിയാം. അതിന്റെ ഞങ്ങളെ അവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. നേരെ തോടക്കരെ കടന്നാല് ആ കുയ്യാറമ്പ് കയറുന്ന സ്ഥലത്തെത്തും. അവിടെ ബീരാണിന്റെ പേര് ഏതാണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനി പള്ളിന്റെ അവിടെ അതിന്റെ നേരെ മുന്നിലായിട്ട് അയാളെ പേര. അവിടത്തെ ഈ മൗലൂദിന് വെള്ളിയാഴ്ച ജുമാ വരെ നഷ്ടപ്പെടുത്തിയിട്ട് ഉച്ചക്ക് 2 മണി വരെ 10 മുതൽ 2 മണി വരെ അവിടെ കൂടി മൗലൂദും ദിക്റും മൽക്കി നടത്തിയിട്ട് ജുമാ നഷ്ടപ്പെടുത്തും. അത് പിന്നെ ഹക്കിന്റെ അഹിലുകാരാകാൻ വല്ല സാധ്യതയുണ്ടോ? ഹാഫിൽ അവിടെ വല്ലതായിട്ട് എന്റെ അറിവിലില്ല. ഇവർ രണ്ടാളും അവിടെ വരുന്നതായിട്ട് എന്റെ അറിവുണ്ട്. ഏതായാലും ഖൈറിന്റെ അഹിലുകാരല്ല.